ദൈവം അവരുടെ മുമ്പിൽ യാത്ര ചെയ്യുകയാണ്. ദൈവം അവർക്ക് വഴി തുറന്നുകൊണ്ട് പോകുമ്പോഴും അവർ പറയുന്നു, ദൈവം ഞങ്ങളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്ന്. അവർക്കിപ്പോൾ നമുക്കും ഇപ്പം ഇങ്ങനെയൊക്കെയാണ്. ദൈവം ഉണ്ടോയെന്ന് ദൈവം നമ്മുടെ ഇടയിലുണ്ട്. അവിടെ കലക്കമുണ്ടായത് നിമിത്തം മെരീബ എന്നും മസ എന്നും ആ സ്ഥലത്തിന് പേരിട്ടു. കലക്കം. അതാണ് 7-ാം വാക്യത്തിൽ വായിച്ചത്. ഈ കലക്കം ഉണ്ടായത് നിമിത്തം അവർ ഒരു പ്രതിസന്ധി നേരിട്ടു. അതാണ് 8-ാമത്തെ വാക്യത്തിൽ കിടക്കുന്നത്. വായിച്ചേ. രഫീദീമിൽ വെച്ച് അമാലേക്കർ വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. അപ്പോ ഇസ്രായേൽ മക്കൾ കലക്കമുണ്ടാക്കി, തമ്മിത്തല്ലി, പിണക്കമുണ്ടാക്കി, പ്രശ്നം സൃഷ്ടിച്ചപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, അമാല്യോക്ക് അവരോട് യുദ്ധത്തിന് വന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതിനകത്തൊരു കാര്യം ഞാൻ പറയാം. ഇസ്രായേൽ ഗ്രഹം അല്ലെങ്കിൽ ഇസ്രായേൽ ജനം തമ്മി വഴക്ക് പിടിച്ചു. ഇവർ തമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് പിടിച്ച് പ്രശ്നമുണ്ടായി. ആളെടുത്ത് വെട്ടിയെന്നൊക്കെ എനിക്ക് തോന്നുന്നത്. മൊത്തം പ്രശ്നമായി. ഉടനെ പിന്നെ അവർക്ക് സംശയം, ദൈവം ഞങ്ങളുടെ ഇടയിൽ ഉണ്ടോ. അവിടെ ഭയങ്കര പ്രശ്നമായപ്പോൾ പുറത്ത് നിന്ന് ശത്രു ഇസ്രായേലിന് നേരെ പാഞ്ഞെടുത്തു. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം. മുൻപടയായി പിൻപടയായി ദൈവം പുറപ്പെടുക. മേഘസ്തംഭത്തിലാണ് അവർ യാത്ര ചെയ്തു വരുന്നത്. പക്ഷേ അകത്ത് പ്രശ്നമുണ്ടായപ്പോൾ പുറത്തെ ശത്രു അടിക്കാൻ തുടങ്ങി. ഞാൻ നിങ്ങളോട് പറയാം, സഭ അല്ലെങ്കിൽ വീട്, സഭ ഒരു കെട്ടിയടക്കപ്പെട്ട തോട്ടമാണ്. സഭയ്ക്കകത്ത് തമ്മി കലക്കവും പ്രശ്നവും ഉണ്ടായാൽ പുറത്തു നിന്ന് ശത്രു സഭയെ അടിക്കും. അടുത്തത് വീട്, ഭാര്യ ഭർത്തൃവ്. ദൈവം കൂട്ടി യോജിപ്പിച്ചതാ. അപ്പനും മക്കളും എല്ലാം ദൈവമാണെല്ലാം തന്നത്. വീട്ടിനകത്ത് ഭാര്യയും ഭർത്താവും തമ്മി, അപ്പനും മക്കളും തമ്മി വഴക്കുണ്ടായാൽ അടുത്തത് പുറത്ത് നിൽക്കുന്ന ശത്രു നിങ്ങളെ അറ്റാക്ക് ചെയ്യാനിടയുണ്ട്. അതല്ല, അകത്തിരിക്കുന്ന മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഒരു ശത്രുവും നിങ്ങളുടെ വീട്ടിൽ കയറത്തില്ല. ഹല്ലേലൂയ. ഈ പകലിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇസ്രായേൽ ജനം കലക്കമുണ്ടായപ്പോൾ അമാല്യക്കർ തക്കം നോക്കി അവർക്കെതിരെ യുദ്ധത്തിന് വന്നു. എന്ന് പറഞ്ഞാൽ ശത്രു നോക്കിയിരിക്കുക, ഏത് സമയത്ത് ഇവൻ്റെ വീട്ടിൽ കയറി ഒന്ന് അടിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, സകല ശത്രു രാജ്യവും ഇസ്രായേലിനെ നോക്കി നിൽക്കുക. എന്തിനാണെന്നറിയാവോ? തക്കം കിട്ടിയ ഇവർക്ക് കേടി ഒന്ന് അടിക്കണം. അങ്ങനെ അമാല്യക്കർ കാത്തിരുന്നപ്പോൾ ഈ ഇസ്രായേൽ ജനത്തിനകത്തുള്ളവർ തമ്മി അടിക്കാൻ തുടങ്ങി. തമ്മി അടിക്കാൻ തുടങ്ങിയപ്പോൾ ശത്രുവിന് പിടികിട്ടി, ഇവന്മാരുടെ ഐക്യത പോയി. നിങ്ങളുണ്ടോ എൻ്റെ കൂടെ? ഐക്യത പോയെന്ന് പിശാചിന് അറിവ് കിട്ടിയപ്പോൾ അമാല്യക്കൊരു ചാടി അകത്ത് കയറി. ഞാൻ വീണ്ടും പറയുന്നു, വീടിനകത്ത് ഐക്യത പോകരുത്. വീട്ടിനകത്ത് കുഞ്ഞുങ്ങളും മാതാപിതാക്കളും ഐക്യതയോടെ നിന്നെങ്കിൽ മാത്രമേ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് ജയിക്കാൻ കഴിയത്തുള്ളൂ. തമ്മി വഴക്കും പിണക്കവും പ്രശ്നവും നമ്മുടെ വീട്ടിനകത്തുണ്ടായാൽ തക്കം വാർത്ത് നിൽക്കുന്ന ശത്രു ചാടി അകത്ത് കയറാൻ ഇടയുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നാം ഐക്യതയോടെ നിന്നാൽ ദൈവത്തിന് വലിയ അത്ഭുതം കാണാൻ കഴിയും. പിശാച് കയറുകയില്ല. പല വീട്ടിലും ശത്രു ചാടി കയറുന്നതിൻ്റെ കാര്യം എന്നാണെന്നറിയാവോ? വീട്ടിനകത്ത് ഭാര്യയും ഭർത്താവും അടിയ, അപ്പനും മക്കളും അടിയ. എന്ത് കാര്യം? തമ്മിതല്ല. അപ്പം ശത്രു എന്തു ചെയ്യും? തക്കം വാർത്ത് ചാടി കയറി വരും. ഈ പകലിൽ ഞാൻ അങ്ങനെ പറയുന്നു, നിങ്ങൾ ശ്രദ്ധിക്കുക. ആമേൻ. ശത്രു ഇടം കൊടുക്കരുത്. ഹല്ലേലൂയ. ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്താട്ടെ. അപ്പം ഇവിടെ നോക്കിക്കേ, ശത്രു നോക്കി നിൽക്കുകയായിരുന്നു ഇവരെ അടിക്കാൻ. അമാല്യക്കർ നോക്കി നിൽക്കുക, ഒരു തക്കം വാർത്ത് നിൽക്കുക. അന്നേരമാണ് ഇവർ തമ്മി അടി ഉണ്ടായത്. തമ്മിലടി ഉണ്ടായപ്പോൾ ശത്രുവിന് പിടി കിട്ടി. ഇപ്പം കയറി അടിച്ചാൽ ഇവനെ എന്തു ചെയ്യാം? തോപ്പിച്ച് കളയാം. ശത്രു അമാല്യക്കർ
ആകുന്ന ശത്രു ഇസ്രായേലിനെതിരെ പാഞ്ഞു വന്നു. നമ്മുടെ സന്ദേശത്തിലേക്ക് വരാം. അവിടെ എഴുതിയിരിക്കുന്നു, രഫീദീമിൽ വെച്ച് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. അപ്പോൾ മോശ യോശുവയോട്, നീ ആളുകളെ തിരഞ്ഞെടുത്ത് പുറപ്പെട്ട് അമാലേക്കിനോട് യുദ്ധം ചെയ്യുക. ഞാൻ നാളെ കുന്നിൻ മുകളിൽ ദൈവത്തിന്റെ വടി കയ്യിൽ പിടിച്ചും കൊണ്ട് നിൽക്കുമെന്ന് പറഞ്ഞു. മോശ തന്നോട് പറഞ്ഞതുപോലെ യോശുവ ചെയ്തു. അമാലേക്കിനോട് പൊരുതു. എന്നാൽ മോശയും അഹരോനും ഹൂരും കുന്നിൻ മുകളിൽ കയറി. മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും, കൈ താഴ്ത്തിയിരിക്കുമ്പോൾ അമാലേക്ക് ജനിക്കും. ശ്രദ്ധിക്കണം, ഇവിടെ യുദ്ധം തുടങ്ങി. യോശുവ അമാലേക്കിനുമായി യുദ്ധം തുടങ്ങി. ഈ സമയത്ത് മോശ പറഞ്ഞു, ഞാൻ കുന്നിൻ മുകളിൽ കയറി കൈ ഉയർത്തി പിടിച്ചു നിന്ന് പ്രാർത്ഥിക്കും. നമുക്കറിയാം, മോശയുടെ കരം ഉയർന്നു നിൽക്കുമ്പോൾ താഴെ ജനം ജയിക്കും, കൈ താഴുമ്പോൾ ജനം പരാജയപ്പെടും. മോശ കയറിയ കൂട്ടത്തിൽ അഹരോനും ഹൂരും രണ്ടുപേരും മോശയുടെ കൂടെ കയറി. അഹരോൻ മോശയുടെ സഹോദരനാണ്, ഹൂര് മോശയുടെ ഒരു സുഹൃത്താണ്, ഒരു ഫ്രണ്ടാണ്. ഇവർ 3 പേരും കൂടെ ഒരുമിച്ച് പർവ്വതത്തിൽ കയറി. മോശയുടെ കരം ഉയർന്നു നിൽക്കുമ്പോൾ താഴെ യോശുവ ജയിക്കും, മോശയുടെ കൈ താഴുമ്പോൾ യോശുവ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം അതിനകത്തൊന്ന് പറയാം. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന വഴിയിൽ അനേക സ്ഥലങ്ങളിൽ യുദ്ധമുണ്ടായി. പല രാജ്യങ്ങളും അവർ പിടിച്ചടക്കി. എരികോ പിടിച്ചടക്കി, മറ്റു പല രാജ്യങ്ങൾ അവർ പിടിച്ചടക്കി. അമോന്യരെയും ഫെലിസ്തീനെയും ഒക്കെ തകർത്തു. അവിടെയൊന്നും മോശ കൈ ഉയർത്തി നിൽക്കുന്നത് കണ്ടില്ല. നിങ്ങളുണ്ടോ എൻ്റെ കൂടെ? ആ യുദ്ധത്തിലെന്നും മോശയുടെ കൈ ഉയർന്നിരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ആ യുദ്ധത്തിലെല്ലാം ഇസ്രായേൽ ജനം ചെന്ന് അവരെല്ലാം തച്ചുടച്ചു. ദൈവം അവരുടെ കൂടെ പുറപ്പെട്ടു. അവരെല്ലാം യുദ്ധമെല്ലാം ജയിച്ചു. ഇവിടെ അമോലേക്കരുമായി യുദ്ധം വന്നപ്പോൾ മോശ ഇതുവരെ ചെയ്യാത്ത ഒരു ശുശ്രൂഷ ചെയ്യാൻ എഴുന്നേൽക്കേണ്ടി വന്നു. ഒന്നും കൂടെ പറയാം, അമാലേക്കര് യുദ്ധത്തിന് വന്നപ്പോൾ അഭിഷേകമുള്ള മോശയ്ക്ക് ഒരു കാര്യം പിടികിട്ടി. ഈ യുദ്ധം യോശുവ പോയി യുദ്ധം ചെയ്താൽ അമാലേക്കരെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. പിന്നെയോ ഞാൻ ദൈവസന്നിധിയിൽ കരമുയർത്തി മധ്യസ്ഥനായി നിൽക്കണം എന്ന് മോശയ്ക്കൊരു ബോധ്യം വന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോണം, എന്തുകൊണ്ടാണ് അമാലേക്കരുമായുള്ള യുദ്ധത്തിന് മാത്രം മോശ കരമുയർത്താൻ കാരണം? അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ആ വാക്യത്തിന് തൊട്ടു മുമ്പിൽ നമ്മൾ വായിച്ചു, ഇസ്രായേൽ ജനം തമ്മി തമ്മി കലഹമുണ്ടാക്കി, തമ്മി തമ്മി വൈരാഗ്യപ്പെട്ടു. അവർ തന്നെ പറഞ്ഞു, ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടോ എന്ന് ഞങ്ങൾക്കിപ്പോൾ സംശയമാണ്. ഒന്നും കൂടെ പറയാം, ദൈവം കൂടെ ഇല്ലെന്ന് ബോധ്യപ്പെട്ടപ്പോഴാ അമാലേക്കർ അടിക്കാൻ വന്നത്. അടുത്തത് താഴെ ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി നിൽക്കുന്ന മോശയ്ക്ക് അപ്പോൾ ഒരു വെളിപ്പാട് കിട്ടി. ഈ സമയം ഞങ്ങൾ യുദ്ധത്തിന് പോയാൽ ദൈവം ഞങ്ങളുടെ കൂടെ ഇല്ല, ഞങ്ങൾ പരാജയപ്പെടുമെന്ന് ബോധ്യം വന്നപ്പോൾ മോശയ്ക്ക് ഒരു വെളിപ്പാട് വന്നു. ഞാൻ ദൈവസന്നിധിയിൽ മധ്യസ്ഥനായി നിൽക്കും. നിങ്ങൾക്ക് പിടികിട്ടിയോ? മറ്റൊരു യുദ്ധത്തിലും മോശയ്ക്ക് അങ്ങനെ നിൽക്കേണ്ടി വന്നില്ല. ജനത്തിൻ്റെ കലഹം നിമിത്തം ദൈവം അവരുടെ സന്നിധിയിൽ നിന്ന് ഓടി മാറിയപ്പോൾ യുദ്ധം പരാജയപ്പെടുമെന്ന് മോശയ്ക്ക് പിടികിട്ടിയത് കൊണ്ടാണ് മോശ കരമുയർത്തി നിന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മുടെ കുടുംബത്തിനകത്ത് ഐക്യതയോടെ വിശുദ്ധിയിൽ വേർപാടിൽ പ്രാർത്ഥനയിലും ആരാധനയിലും നാം തുടർന്നാൽ ഒരു ശത്രുവും നമ്മുടെ വീടിനകത്ത് കയറില്ല. നേരെ മറിച്ച് ഏതെങ്കിലും നിലയിൽ ഏതെങ്കിലും ഒരു കലക്കമോ പ്രശ്നമോ നമ്മുടെ കുടുംബത്തിനകത്തുണ്ടായാൽ ശത്രു നമ്മളെ ആക്രമിക്കാൻ ഇടയുണ്ട്. പക്ഷേ ആ സമയത്ത് നീ മോശ പോലെയായി മാറണം. എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട്? ഞാൻ ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരോടും പറയുന്നു, സഭയ്ക്ക് വേണ്ടി നാം ഒരുമിച്ച് മോശയെ പോലെയായി മാറണം. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നാം ഒരുമിച്ച് മോശയെ പോലെയായി മാറണം. ഈ പട്ടണത്തിന് വേണ്ടി നാം ഒരുമിച്ച് മോശയെ പോലെയായി മാറണം. ഈ പകൽ
നമുക്കറിയാം. കേരളത്തിലെ ഒരു സെലിബ്രേഷൻ നടക്കുന്ന ദിവസമാണ്. ഈ പകലിൽ പലയിടത്ത് അക്രമങ്ങളും പ്രതിസന്ധികളും തലമുറകൾ മദ്യവും അടിച്ച് സുഹൃത്തുക്കൾ തമ്മിൽ തല്ലി വഴക്കുണ്ടാക്കി കലഹങ്ങൾ ഉണ്ടാക്കി വഴക്കമുണ്ടാക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് പകൽ. മോശയെ പോലെ ഒരു വെളിപ്പാട് പ്രാപിച്ച് കരമുയർത്തി ദൈവസന്നിധിയിൽ നിൽക്കാൻ സഭയ്ക്ക് ദൗത്യമുണ്ടെന്ന് ബോധ്യപ്പെട്ട ഈ പകൽ കരമുയർത്തി ഒന്ന് പ്രാർത്ഥിച്ച് ദേശത്തിന് സമാധാനമുണ്ടാകാൻ യേശുവിന്റെ നാമത്തിൽ തലമുറകൾക്ക് സമാധാനം തിരിച്ചറിവ് കിട്ടുന്നവരെ കരമുയർത്തി ഒന്ന് അല്പനേരം മോശയെ പോലെ ഒന്ന് കരമുയർത്തി പിടിച്ച് പ്രാർത്ഥിച്ച് കൊല്ലകയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, കരുനാഗപ്പള്ളിക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, മൈനാഗപ്പള്ളിക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, കൊല്ലം ഡിസ്ട്രിക്റ്റിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, കേരളത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ ചുമ്മാതൊന്നുമല്ല മോശ കയ്യുമായിട്ട് നിന്നത്. കലഹമുണ്ടായ ജനത്തിന്റെ ഇടയിൽ ദൈവം ഇല്ലെന്ന് അവിടെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. അർത്ഥം മോശയ്ക്ക് പിടികിട്ടി. അമാല്യോക്കര് തക്കം നോക്കി വന്നത് ദൈവം ഞങ്ങളുടെ കൂടെ ഇല്ലെന്ന് അവർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാ. അപ്പം മോശയ്ക്ക് പിടികിട്ടി ഈ സമയം യോശുവ യുദ്ധത്തിന് പോയാൽ ജയിക്കത്തില്ലെന്ന്. പ്രാർത്ഥിക്കുന്ന ദൈവശബ്ദം കേട്ട മോശയ്ക്ക് ദൈവത്തിൻ്റെ പ്രസൻസ് മാറിയപ്പോൾ അത് തിരിച്ചറിയാൻ കഴിഞ്ഞു. ഒന്നും കൂടെ പറയാം. ദൈവശബ്ദം കേട്ടോണ്ടിരിക്കുന്നവന്, ദൈവത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്നവന് പ്രസൻസ് ജനത്തിൻ്റെ ഇടയിൽ നിന്ന് പോയെന്ന് ബോധ്യം വന്നപ്പോൾ അവൻ ചാടിക്കയറി കൈ ഉയർത്തി. ഓ, എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട്. ഈ പകലിൽ നിന്റെ വീട്ടിനകത്ത് നിന്ന് ദൈവ സാന്നിധ്യം പോയെങ്കിൽ ഈ പകൽ നിനക്കൊരു ദൗത്യമുണ്ട് കേട്ടോ. നിന്റെ സഭയ്ക്കകത്തുനിന്ന് ദൈവ സാന്നിധ്യം പോയെന്ന് ബോധ്യം വന്നാൽ, നിന്റെ പട്ടണത്തിൽ നിന്ന് ദൈവ സാന്നിധ്യം പോയെന്ന് ബോധ്യം വന്നാൽ മോശയെ പോലെ ചാടിയിറങ്ങണം. ഒന്നുകൂടെ പറയാം. ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുന്നവന് ദൈവ സാന്നിധ്യം പോയാൽ അറിയാം. ഞാൻ പറഞ്ഞ പിടി കിട്ടിയോ? ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുന്നവനെ ദൈവ സാന്നിധ്യം പോയാൽ അറിയാൻ പറ്റത്തുള്ളൂ. ദൈവ സാന്നിധ്യം അറിയാൻ മേലാത്തവന് ദൈവ സാന്നിധ്യം പോയെന്നങ്ങനെ അവൻ അറിയും. പലരും ആരാധിക്കുന്ന സാന്നിധ്യമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. എത്ര പേർക്ക് മനസ്സിലായി? നമ്മുടെ ചർച്ചിനകത്ത് ദൈവസാന്നിധ്യം ഉണ്ടോ? നമ്മുടെ കുടുംബത്തിനകത്ത് ദൈവസാന്നിധ്യം ഉണ്ടോ? നമ്മുടെ തലമുറയുടെ ഇടയിൽ ദൈവസാന്നിധ്യം ഉണ്ടോ? ഈ പകൽ ഒന്ന് പുനഃപരിശോധിക്കണം. പ്രൈസ് ഗോഡ്. പർവ്വതത്തിന് മുകളിൽ മുൾപ്പടപ്പിനകത്ത് തീ കത്തുന്നത് കണ്ടു. മോശേ, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും ഞാൻ കേട്ടു. ഞാൻ അവരെ വിടുവിക്കേണ്ടതിന് അയക്കുന്നു എന്ന് ദൈവം മോശയോട് പറഞ്ഞപ്പോൾ ദൈവ സാന്നിധ്യം കണ്ടു, ദൈവ ശബ്ദം കേട്ടു. അടുത്തറിഞ്ഞിറങ്ങിയവന് സാന്നിധ്യം പോകുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന് ചിന്തിച്ചേ. രക്ഷിക്കപ്പെട്ട അന്ന് അല്ലെങ്കിൽ അഭിഷേകം പ്രാപിച്ച അന്ന് ഉണ്ടായിരുന്ന ദൈവ സാന്നിധ്യം ഇന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? അന്തരംഗങ്ങളിൽ നീ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നിനക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് പകൽ കൈ ഉയർത്തിക്കോണം കേട്ടോ. എത്ര പേർക്ക് പിടികിട്ടി? മോശയ്ക്ക് ബോധ്യമായി ഇവിടെ കലക്കമാണ്, ഇവിടെ മരുഭൂമിയിൽ പ്രശ്നമാണ്, ഇവിടെ ദൈവ സാന്നിധ്യം വ്യാപരിക്കത്തില്ലെന്ന് പിടികിട്ടിയപ്പോൾ അവൻ ദൈവ സാന്നിധ്യം പ്രാപിക്കേണ്ടതിന് അവൻ കുന്നിൻ്റെ മുകളിൽ കയറി. ജനത്തിൻ്റെ ഇടയിൽ നിന്ന് മാറി, വേറിട്ട്, തനിച്ച്. നമ്മുടെ അരുമനാഥനായ യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ എപ്പോഴും കാണുന്നൊരു വാക്യമായിരുന്നു. അവൻ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് മാറി, തനിച്ച് ഒരു രാത്രി മുഴുവൻ ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്നു. പിടികിട്ടുന്നുണ്ടോ? ഈ ദിവസങ്ങളിൽ
ദൈവസാന്നിധ്യം അനുഭവിക്കുന്നില്ലെങ്കിൽ മാറിയൊന്ന് ഇരുന്നോണം കേട്ടോ. പിടികിട്ടുന്നവർ ആമേൻ പറഞ്ഞോണം. വളരെ ഗൗരവമുള്ള കാര്യമാണ് പറയുന്നത്. തിരുസാന്നിധ്യം കൂടെ പുറപ്പെടുന്നില്ല എങ്കിൽ അടിയനെ അയക്കരുതേ. മോശ പറഞ്ഞതാ, ഞാൻ പോകാം, ഇത് സാന്നിധ്യമില്ല, ഞാൻ എങ്ങും സാന്നിധ്യമില്ലാതെ പോകരുത് കേട്ടോ. അടിയുടെ പെരുന്നാളായിരിക്കും. മോശയോട് പറഞ്ഞു, നീ പൊക്കോ. മോശ ഇറങ്ങിയപ്പോൾ തിരിഞ്ഞു വന്നിട്ട് പറഞ്ഞു, സാന്നിധ്യം എൻ്റെ കൂടെ പുറപ്പെടുന്നില്ല എങ്കിൽ എന്നെ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് വെച്ചപ്പോൾ വന്നില്ല. തിരിഞ്ഞു വന്നിട്ട് പറഞ്ഞ് വന്നാലേ പോകത്തുള്ളൂ. അപ്പോൾ ഈ നടക്കുന്ന മോശയുടെ കൂടെ സാന്നിധ്യം ഉണ്ടെന്ന് നല്ല ഉറപ്പുള്ള ഒരു അഭിഷിക്തനായിരുന്നു മോശ. അങ്ങനെയെങ്കിൽ ഇവിടെ മസാനാളിൽ മെരീബയിൽ ആ മരുഭൂമിയിൽ കലകമുണ്ടായപ്പോൾ ജനത്തിൻ്റെ ഇടയിൽ നിന്ന മോശയ്ക്ക് ഒരു സ്പർശനം നഷ്ടപ്പെട്ടെന്നും തിരുസാന്നിധ്യം അവരുടെ നടുവിൽ നിന്ന് പോയെന്നും ബോധ്യമായി. ഞാനൊന്ന് ചോദിക്കട്ടെ, കഴിഞ്ഞ ദിവസം ആ അടിയുണ്ടായപ്പോൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ നിൻ്റെ വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മി വഴക്കുണ്ടാക്കിയപ്പോൾ, കഴിഞ്ഞ നാളിൽ നിൻ്റെ വീട്ടിൽ മക്കളും അപ്പനും അമ്മയും എല്ലാം കൂടെ തല്ലുണ്ടാക്കിയപ്പോൾ, അങ്ങനെയൊന്നും ഉണ്ടായില്ല, ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ആ പ്രശ്നം കഴിഞ്ഞ ശേഷം നീ വീണ്ടും ആരാധനയ്ക്കകത്ത് വന്നിരുന്നു, നിൻ്റെ കൂടെ ആ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നു, കലകം ഉണ്ടാകുന്ന ഇടത്ത് ദൈവസാന്നിധ്യം ഇല്ല കേട്ടോ. മേൻ ഒത്തിരി ഒച്ചപ്പാടും ബഹളവും തല്ലും തമ്മിത്തല്ലും വഴക്കും ഉള്ള സ്ഥലത്ത് പ്രാവ് വന്നിരിക്കത്തില്ല. കാക്ക കൂട് വെക്കും, പക്ഷെ പ്രാവിന് എപ്പോഴും ശാന്തമായ ഇടം. എന്നതുപോലെയാണ് ദൈവത്തിൻ്റെ ആത്മാവ്. നീ സ്ഥിരം ഒരു കലകക്കാരനാണെങ്കിൽ, സ്ഥിരം ഒരു വഴക്കാളിയാണെങ്കിൽ, സ്ഥിരം ചീത്ത വിളിക്കുന്നവനാണെങ്കിൽ, സ്ഥിരം പാപം ചെയ്യുന്നവനാണെങ്കിൽ നിന്റെ കൂടെ ദൈവ സാന്നിധ്യം ഇല്ല കേട്ടോ. നീ ആ കലക്കമുണ്ടാക്കിയ ദിവസം സാന്നിധ്യം നിന്നെ വിട്ട് പോയി. പ്രൈസ് ഗോഡ്. പുതിയ നിയമത്തിലാണ് ഹൃദയത്തിനകത്താണ് വിശ്വസിക്കുന്നത്. പഴയ നിയമത്തിൽ അങ്ങനല്ല, കൂടെ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടകത്തിൻ്റെ അകത്ത്. പെട്ടകം ചുവന്ന് വരുന്ന വഴിയിലാണ് ഇവർ കലക്കമുണ്ടാക്കിയത്. പെട്ടകത്തിനകത്തൊന്ന് സാന്നിധ്യം പോയെന്ന് മറ്റാർക്കും പിടികിട്ടിയില്ലെങ്കിലും മോശയ്ക്ക് പിടികിട്ടി. ഞാൻ ചോദിക്കട്ടെ, നിന്റെ വീട്ടിനകത്ത് സാന്നിധ്യം ഉണ്ടോ? നിന്റെ വീട്ടിൽ സാന്നിധ്യം ഉണ്ടോന്നാ ചോദ്യം. അപ്പനും അമ്മയും വീട്ടിൽ കിടന്ന് വഴക്കും തമ്മി തല്ലും കലകം ഉണ്ടാക്കുന്ന നിന്റെ വീട്ടിൽ സാന്നിധ്യം ഉണ്ടോ? എന്താ കുടുംബം? കുടുംബം എന്ന് പറഞ്ഞാൽ അപ്പം വേണം, അമ്മ വേണം, മക്കൾ വേണം. അല്ലെ, അമ്മ മാത്രം താമസിക്കുന്ന കുടുംബമല്ല, മകൻ മാത്രം താമസിക്കുന്ന കുടുംബമല്ല. ഇവിടെ ഭാര്യ വേണം, അമ്മ വേണം, അപ്പനുണ്ടേ അപ്പം വേണം, മക്കളും കൊച്ചുമക്കളും എല്ലാം അവരെ മേശയ്ക്ക് ചുറ്റിനും ഇരിക്കുന്നത്. അപ്പനും അമ്മയും മക്കളും ഓലുവിതകൾ പോലെയും മുന്തിരിവള്ളി പോലെയും. അവിടെയാണ് കുടുംബം, അവിടെയാണ് ദൈവസമാധാനവും സാന്നിധ്യം ഇറങ്ങുന്നത്. മക്കളെല്ലാം തല്ലി ഓടിച്ച് അപ്പനെയും അമ്മയും വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്തിറക്കി നീ ഒറ്റയ്ക്ക് പോയിരുന്ന അവിടെ സാന്നിധ്യം ഇറങ്ങുമെന്നാണ് കരുതുന്നത്. ചുമ്മാ പറയുക. അവൻ നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ ഒപ്പം നിന്റെ മക്കളുണ്ടോ? രക്ഷിക്കപ്പെടാത്തവർ വേണേ പോട്ടെ, രക്ഷിക്കപ്പെട്ടിട്ട് മാറി നിൽക്കുന്ന ഒരു തലമുറ നിന്റെ വീട്ടിലുണ്ടോ? ഞാൻ പറയാം, നിന്റെ വീട്ടിൽ നിന്ന് സാന്നിധ്യം പോയി. ഇന്ന് പകലിൽ പോയ സാന്നിധ്യം മടക്കി പിടിക്കാൻ നീ ഒരു മോശയാകണം. സാന്നിധ്യം പോയിരിക്കാം, പക്ഷേ ഒരൊറ്റ ഒരുത്തൻ വിചാരിച്ചാൽ അതിറങ്ങി വരും. എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട്? എത്ര പേർക്ക് ഞാൻ പറഞ്ഞതിന് ആഴം പിടികിട്ടി? മോശയ്ക്ക് വെളിപ്പെട്ടപ്പോൾ അവൻ പർവ്വതത്തിൽ കുന്നിൻ്റെ മുകളിൽ കയറി അവൻ കൈ ഉയർത്തി നിൽക്കാൻ തുടങ്ങി. താഴെ യുദ്ധം ചെയ്യുക. വലിയ ഒരു രാജകീയ ഭരണകൂടത്തെ വേണം യോശുവ പരാജയപ്പെടുത്താൻ. 1 മണിക്കൂർ കൊണ്ട് യുദ്ധം തീരില്ല. എൻ്റെ ചിന്തയെ പറയാം, ഒരു 5-6 മണിക്കൂറെങ്കിലും എടുത്തു കാണുക ഈ യുദ്ധം. ഏറ്റവും കുറഞ്ഞ ഒരു 2 മണിക്കൂറെങ്കിലും
അതല്ലേ മോശയുടെ കൈക്ക് ഒരു ഭാരം തോന്നാൻ കാര്യം. ഇങ്ങനെ കൈ ഉയർത്തി എത്ര നേരം പിടിക്കും? ഒരു 10 മിനിറ്റ് പിടിക്കാൻ പറ്റുമോ? ഞാൻ പിടിച്ചു നോക്കിയിട്ടില്ല, എനിക്കറിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പോ, 1 മണിക്കൂറൊന്നും പിടിക്കാൻ പറ്റിയല്ല, പാടാ. 2 മണിക്കൂർ ആയാലോ? അപ്പൊ വന്ന ശത്രു ചെറുതല്ല, വലുതാ. അതുകൊണ്ടാണ് മോശയുടെ കൈ ഭാരമായി തീർന്നത്. അപ്പൊ ഇന്ന് പകൽ ഞാൻ പറയുന്നു, നിന്റെ വീട്ടിൽ കലഹമുണ്ടായപ്പോ കേറിയ പിശാച് ചെറുതല്ല, വലുതാ. അവനെ ഇറക്കണമെങ്കിൽ ഒറ്റ പ്രാർത്ഥന കൊണ്ട് തീരത്തില്ലെന്ന്, 3 ദിവസത്തെ ഉപവാസം കൊണ്ട് തീരത്തില്ല. ഇനിയും ദിവസം ദൈവസന്നിധിയിൽ മടുപ്പില്ലാതെ ഉപവസിക്കാൻ തയ്യാറാകട്ടെ, പ്രാർത്ഥിക്കാൻ തയ്യാറാകട്ടെ, മധ്യസ്ഥതയ്ക്ക് വേണ്ടി തയ്യാറാകട്ടെ. വലിയ ഒരു ജയം നിനക്കുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ദൈവസഭയോട് പറയുന്നു, പൊയ്പോയ സാന്നിധ്യം സഭയിൽ മടങ്ങി വരാൻ നാം ഒരുമിച്ച് മോശയെ പോലെ എഴുന്നേൽക്കണം, കരമുയർത്തണം, ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. എത്ര ദിവസം? കൈ കഴിക്കും വരെയാണോ? കൈ കഴിക്കും വരെയാണോ? വിശപ്പ് വരും വരെയാണോ? അല്ല, യുദ്ധം ജയിക്കും വരെ, അല്ല, ശത്രു തകരും വരെ നീ ഉപവസിക്കണം. പരിശുദ്ധാത്മാവ് ഈ 3-ാമത്തെ പകലിൽ സഭയോട് ദൂത് പറയുന്നു, പട്ടണ നടുവിലുള്ള അന്ധകാര മണ്ഡലം താളടിയാകും വരെ ദൈവ സാന്നിധ്യം പിടിച്ചെടുക്കാൻ ഒരു മോശയെ പോലെ ദൈവസഭ എഴുന്നേൽക്കുമെങ്കിൽ പോയ ദൈവ സാന്നിധ്യം മടങ്ങി വന്ന് ദൈവജനത്തെ വീണ്ടും ആത്മാവിൽ ഉണർത്തുവാൻ ദൈവത്തിന് കഴിയും. എത്ര പേർക്ക് ഞാൻ പറഞ്ഞതിന് ആഴം പിടികിട്ടി? അതുകൊണ്ട് ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയാം, 3 ദിവസത്തെ പ്രാർത്ഥന കൊണ്ട് ഒരു വിടുതൽ ഉണ്ടാകില്ല. ഇനിയും പ്രാർത്ഥിക്കോ. ആമേൻ. ഇന്നലെ രാത്രി വീണ്ടും ആ പ്രാർത്ഥനയുടെ കാര്യം ഞാൻ ഓർപ്പിച്ചായിരുന്നു, അല്ലേ? മോശയുടെ കൈക്ക് ഭാരം തോന്നാൻ കാര്യം എന്തുവാ? ശത്രു അത്ര വലുതാ. മണിക്കൂറായിട്ട് ഞാൻ ഇങ്ങനെ പറയാം, മോശ കൈ ഉയർത്തി പിടിച്ചിരിക്കുകയല്ല, പോയ സാന്നിധ്യം പിടിച്ചേക്കുക. പോയ സാന്നിധ്യം നിങ്ങളെ പറയാം, എൻ്റെ ചിന്തയാണ് കേട്ടോ, വചനത്തിൽ അങ്ങനെയൊന്നുമില്ല, എന്നോട് ചോദിക്കരുത്. പോയ ദൈവ സാന്നിധ്യം കർത്താവ് ഉയർന്നങ്ങോട്ട് പോയി. മോശ പർവ്വതത്തിന് മണ്ട ചാടി കയറിയിട്ട്, എൻ്റെ ചിന്തയാണ് കേട്ടോ, ഒരു പിടുത്തം ആ കാലയിലങ്ങ് പിടിച്ചു. വിട്ടു പോകരുത്, ഞങ്ങളെ വിട്ടേച്ച. ഓ, നിങ്ങളിത് കണ്ടേ, കൈ ഉയർത്തി പിടിച്ചേക്കുക. ദൈവം ബലമൊന്നും പിടിച്ചില്ല മേലോട്ട് പോകാൻ. എൻ്റെ ചിന്തയാട്ടോ, വചനത്തിലൊന്നുമില്ല. ദൈവം മേലോട്ട് പോകാൻ ബലം പിടിച്ചില്ല. അവൻ പിടിക്കുന്ന കണ്ട് ദൈവം അങ്ങ് നിന്നു. ഓക്കെ, പിടിക്കുന്ന പിടിച്ചോട്ടെ, വിട്ടാ പോവും. പിടി കിട്ടുന്നുണ്ടോ? പിടിച്ചങ്ങോട്ട് വെച്ചു പോകാതിരിക്കാൻ. ഭാരം വന്നപ്പോൾ കൈയൊന്ന് താണു നേരാ, പക്ഷെ വിട്ടില്ല. വിടരുത്. വിടുതൽ കാണുമ്പോഴും നീ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തിൽ ഇരിപ്പാൻ പരിശുദ്ധാത്മാവ് ഈ പകലിൽ ആരുടെയൊക്കെ പ്രവചിക്കുകയാ. നിന്റെ വീട്ടിനകത്ത് തിരുസാന്നിധ്യം ഇറങ്ങി വരണം. നിന്റെ തലമുറയിൽ ആ വിടുതൽ ഇറങ്ങി വരണം. നിന്റെ പട്ടണത്തിൽ, നിന്റെ സഭയിൽ ആ തിരുസാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും നിനക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. യേശു പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നെ കൂടാതെ. യേശുപ്പൻ അങ്ങനെയല്ല പറഞ്ഞേ, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും. യേശു ഇല്ലാതെ നിന്റെ ഒരു പരിപാടി, കീബോർഡോ സൗണ്ട് സിസ്റ്റോ ഹോളൊക്കെ എടുത്തിട്ടും കാര്യമില്ല. യേശു നിന്റെ കൂടെയില്ല, ഒരു പണിയും നടക്കുകയില്ല. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും. അപ്പൊ ഇസ്രായേൽ ജനത്തിന്റെ പരാജയത്തിന്റെ കുഴിയിലേക്ക് വീഴുകയാണെന്ന് ബോധ്യപ്പെട്ടപ്പോ മോശ ചാടിക്കയറി. നിന്റെ കുടുംബം ശ്രദ്ധിച്ച് കേട്ടോണം. ഈ ദൂത് കേട്ടിട്ട് ഇതിലെ വിട്ട് ഇതിലെ ഇറക്കിക്കളയാനല്ല പറയുന്നേ.
നിന്റെ കുടുംബം മൂക്കും കുത്തി താഴോട്ട് പോവുകയാണെന്ന് നിനക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാടി കുന്നും പറത്ത് കയറിക്കോണമെന്ന്. നോക്കിക്കേ നമ്മുടെ വീടുകളിലേക്ക് മിക്കവാറും എനിക്ക് തോന്നുന്ന മിക്കതും മൂക്കും കുത്തി പോയിക്കൊണ്ടിരിക്കുകയല്ല കുഴിയിലോട്ട്. എല്ലാ കുടുംബത്തിലോട്ടും നോക്കിയേ, സഭയിലോട്ടും നോക്കിയേ. എനിക്ക് തോന്നുന്ന മൂക്കും കുത്തി പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? സഭയിലോട്ടോ നോക്കി. എന്നിട്ടും നീ അടിവാരത്തോട് ഇരിക്കുകയാണോ മോശേ? ചാടിക്കേറ്. മോശയ്ക്ക് പിടികിട്ടി, കലക്കവാ. ഇവരുടെ കൂടെ നിന്നാൽ ഈ ജനം പരാജയപ്പെടും. ഉത്തരവാദിത്തത്തോടെ അവൻ ചാടിക്കേറി. ഈ പകൽ എനിക്ക് നിനക്ക് ഉത്തരവാദിത്തമുണ്ട്. ആരുടെയും തലയിൽ പഴിചാരണ്ട. നാം ഒരുമിച്ച് ആ ദൗത്യത്തിന് വേണ്ടി എഴുന്നേൽക്കണം. ചാടിക്കയറി, കൈ ഉയർത്തി, മണിക്കൂറുകൾ ഉയർത്തി. വചനം പറയുന്നു, മോശയുടെ കൈ ഉയർന്നിരിക്കുമ്പോൾ താഴെ യോശുവ ജയിക്കും. അടുത്തത്, മോശയുടെ കൈ താഴുമ്പോൾ യോശുവ പരാജയപ്പെടും. എഴുതി വെച്ചോ, കുറിച്ചിട്ടോ. സഭയുടെ പരാജയം നമ്മുടെ കൈ താണതാ. കുടുംബത്തിൻ്റെ പരാജയം നിന്റെ കൈ താണതാ. നിന്റെ കച്ചവടത്തിൻ്റെ പരാജയം നിന്റെ കൈ താണതാ. നിന്റെ തലമുറയുടെ പിന്മാറ്റം നിന്റെ കൈ താണതാ. അവരെ കുറ്റം പറഞ്ഞിരിക്കുകയല്ലേ? നിന്റെ തലമുറ ഇന്ന് ദൈവത്തെ അറിയാതെ മാറിപ്പോയത് നീ കാരണം തന്നെ. നിന്റെ സാമ്പത്തിക മേഖല തകർന്ന് തരിപ്പണമായത് നീ കാരണം തന്നെയാ. നിനക്ക് ഈ കടഭാരം മുഴുവൻ വന്നത് നീ കാരണം തന്നെയാ. നിന്റെ കൈ ഉയരാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ പകൽ നിന്റെ കരമൊന്ന് ഉയരട്ടെ, നിന്റെ പ്രാർത്ഥന ഉയരട്ടെ, നിന്റെ ഉപവാസം ഉയരട്ടെ, നിന്റെ ആരാധന വർദ്ധിക്കട്ടെ. എത്ര പേർക്ക് ഞാൻ പറയുന്നതിന് ആഴം പിടികിട്ടി? എന്റെ പ്രിയരെ, ദൈവത്തിൽ നിന്ന് അകലരുത്. ഒരു കാരണവശാലും ദൈവത്തിന്റെ സാന്നിധ്യം നഷ്ടപ്പെടുത്തരുത്. എത്രയും അടുക്കാമോ അത്രയും അടുത്തോണം. അകലം വിട്ട് പോയിടാതെ അപ്പനായി വേല ചെയ്യും. അകന്നു പോകരുത്, അകലം വിട്ട് ഓടരുത് കേട്ടോ. ചേർന്ന് നടന്നോണം. ശത്രുവുണ്ട്, പിശാചുണ്ട്, ഈശാലമൂലനുണ്ട്, പ്രതിസന്ധികൾ നിനക്കെതിരെ ഉണ്ട്. അകന്നു പോയാൽ ശത്രു നിന്നെ വീഴിക്കും. ഉണ്ടോ നിങ്ങൾ എൻ്റെ കൂടെ? ഞാൻ ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോൾ എന്നെ ഒരു പാസ്റ്റർ ഫോൺ വിളിച്ചു. എന്നോട് പേര് പറഞ്ഞില്ല. തിരുവനന്തപുരത്തുള്ളൊരു പാസ്റ്റർ നമ്പർ കൊടുത്തതാ. പഞ്ചാബിലുള്ളൊരു പാസ്റ്റർ കൊടുത്തു. പഞ്ചാബിലുള്ള പാസ്റ്റർ നാട്ടിലുള്ള ഒരു പാസ്റ്റർക്ക് കൊടുത്തു. എറണാകുളം തൃശ്ശൂർ എവിടെയുള്ളതാണ് എനിക്കറിയില്ല. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, ആരാ, എന്തുവാ? ഉടനെ മറുപടി, പാസ്റ്റർ ഞാൻ പേര് പറയത്തില്ല. ഞാൻ ചോദിച്ചു, എന്തുവാ? അല്ലെ, ഞാൻ ഇച്ചിരി പ്രശസ്തനാണ്. ശ്രദ്ധിച്ച് കേട്ടോണം, ഞാനിപ്പോൾ പ്രശസ്തനാണ്. ഞാൻ എന്നെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കൊരു പ്രാർത്ഥന വിഷയമുണ്ട്. ആരോടും പ്രാർത്ഥിക്കാനായിട്ട് പറ്റത്തില്ല. ആരും വെളിപ്പാടെടുത്ത് തരത്തില്ല. ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് ഒത്തിരി പേരോട് ചോദിച്ചപ്പോഴാണ് ഫിനിപ്പാസ്റ്ററുടെ പേര് പറഞ്ഞു. വിളിക്കുക, അദ്ദേഹം പ്രാർത്ഥിച്ച് ദൂത് പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ വിളിച്ചു. ഞാൻ ചോദിച്ചു, പറഞ്ഞോണ്ടോ? പേര് പറയത്തില്ല. ശരി, ഓക്കെ, പേര് പറയണ്ട. ഞാൻ ചോദിച്ചു, വിഷയം എന്തുവാ? പക്ഷെ വിഷയം ഇച്ചിരി വലിയ വിഷയമാണ്. പക്ഷെ എന്തുവാ? എനിക്കൊരു വലിയ സഭയുണ്ട്, 2-ലധികം സഭയുണ്ട്, 1000-500 പേര് എൻ്റെ കൂടെ ഉണ്ട്. എനിക്ക് അസിസ്റ്റൻ്റായിട്ട് 3-4 പാസ്റ്റർമാരുണ്ട്.
അതിനകത്ത് ഒരു അസിസ്റ്റൻ്റ്, ഒരു പാസ്റ്റർ എൻ്റെ ഭാര്യയായിട്ട് പ്രേമമാണ്. അവള് അവൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. നിങ്ങളുണ്ടോ എൻ്റെ കൂടെ? പാസ്റ്റർ പറയുക, എൻ്റെ ഭാര്യ എൻ്റെ ചർച്ചിലെ അസോസിയേറ്റ് പാസ്റ്ററോട് കൂടെ ഒളിച്ചോടിപ്പോയി. എനിക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കണം. പക്ഷേ കേട്ടപ്പോൾ എൻ്റെ ഹൃദയം തകർന്നു പോയി. ഞാൻ പറഞ്ഞു, അച്ഛാ പേര് പറയണ്ട, ഞാൻ പ്രാർത്ഥിക്കാം. കണ്ണടച്ചപ്പോഴേ ദൈവാത്മാവിനോട് പറഞ്ഞു, ഡാ അവളോട് പറ മടങ്ങി വന്നാൽ സ്വീകരിക്കാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കാൻ. ഞാൻ ചോദിച്ചു, അച്ഛാ മടങ്ങി വന്നാൽ സ്വീകരിക്കാൻ മനസ്സുണ്ടോ? മറുപടി, ഉണ്ട് പാസ്റ്റേ. അവൾ മടങ്ങി വന്നു. മടങ്ങി വന്നു പറഞ്ഞാൽ വീട്ടിൽ വന്നില്ല. അവളിപ്പോൾ ഒരു ഹോസ്റ്റലിൽ അവളെ താമസിപ്പിച്ചിരിക്കുക. ഞാൻ പറഞ്ഞു, യെസ്, അവള് ഇനിയും ചില ദിവസങ്ങൾ നിന്നെ വിട്ട് ഓടിപ്പോകാൻ ചാൻസ് ഉണ്ട്. എന്നാലും വിട്ടുകളയരുത്, ഞാൻ അവളെ പണിത് കൊണ്ട് തരും. പാസ്റ്റർ ആത്മാവിൽ ആരാധിച്ചു അത് കേട്ടിട്ട്. ഞാൻ എന്നിട്ട് ആ പാസ്റ്ററോട് പറയുക, പാസ്റ്റർ എനിക്കറിയില്ല പാസ്റ്ററെ, നിങ്ങളുടെ മിനിസ്ട്രി എന്ന് പറയുന്നത് തകർന്നു പോയ കുടുംബങ്ങളെ പണിയുന്ന മിനിസ്ട്രിയാണ്. പുള്ളി അന്യഭാഷയെ തുള്ളിച്ചാടി. ഞാൻ ചെന്തോ പാസ്റ്ററെ, ഞാനൊരു കൗൺസിൽ ചെയ്യുന്ന ആളാണ്, ഒരു പാസ്റ്ററാണ്, ഞാനൊരു കൗൺസിൽ ചെയ്യുന്ന ആളാണ്. അനവധി കുടുംബങ്ങളെ ഞാൻ പണിതിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അനവധി കുടുംബങ്ങളെ പണിത നിൻ്റെ വീട്ടിനകത്ത് പിശാച് കയറി. നിൻ്റെ വീട്ടിനകത്ത് നിന്നെ തകർക്കാൻ പിശാച് കയറി. ഞാൻ പറഞ്ഞു, കൈ ഉയർത്തിക്കോ, പ്രാർത്ഥിച്ചോ, ദൈവത്തിനൊരു മറുപടി തരും. തമ്പുരാൻ അവളെ പഠിപ്പിക്കും. ഓശയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഓശയോട് ദൈവം പറയുന്നുണ്ട്, നീ ഒരു വേശ്യ സ്ത്രീയെ വിവാഹം കഴിക്കണം, ഒരു വേശ്യ സ്ത്രീയെ വിവാഹം കഴിക്കണം. യോശാവി അമ്മ ഒരു വേശ്യ സ്ത്രീയെ വിവാഹം കഴിച്ചു. അവളെ കൂട്ടിക്കൊണ്ട് വീട്ടിൽ കൊണ്ടുവന്നു. 10 ദിവസം കഴിഞ്ഞപ്പോൾ അവൾ വീണ്ടും വേശ്യയായതുകൊണ്ട് അവൾ വീണ്ടും വിട്ടേച്ച് പോയി. അവൾ പോയപ്പോൾ വീണ്ടും പ്രവാചകൻ ദൈവത്തോട് ദൈവം പറഞ്ഞു, നീ അവളെ തേടിച്ചെന്ന് വീണ്ടും കൂട്ടിക്കൊണ്ട് വന്ന് കല്യാണം കഴിക്കണം. വീണ്ടും പോയവളെ വിളിച്ചോണ്ടെന്ന് വീണ്ടും പ്രവാചകൻ കല്യാണം കഴിച്ചു. വീണ്ടും 10 ദിവസം അവർ ഒരുമിച്ച് അയച്ചു. 11-ാം പോക്കം അവൾ വീണ്ടും ഓടിപ്പോയി. ഉടനെ ദൈവം പറഞ്ഞു, നീ വീണ്ടും ചെന്ന് അവളെ കൂട്ടിക്കൊണ്ട് വരിക. ഉടനെ പ്രവാചകൻ ചോദിച്ചു, കർത്താവേ, ഇങ്ങനെ നടക്കുന്നവളെ ഇനി ഞാൻ കേട്ടോ? ഉടനെ ദൈവത്തിൻ്റെ മറുപടി, ഇതുപോലെയല്ലേ ഇസ്രായേൽ ജനം എന്നെ വിട്ടുപോയത്. അമ്മ പറയും, ഇതുപോലെയല്ലേ നിങ്ങൾ പരസംഗം ചെയ്യാൻ പോയി, അന്യ ദൈവത്തിനൊപ്പം പോയി, എന്നെ വിട്ട് പലപ്പോഴും പോയില്ലേ? അപ്പോഴൊക്കെ ഞാൻ നിങ്ങളെ വന്ന് ചേർത്തില്ലേ? പിന്നെ നിനക്കെന്നാടാ ഛേദം? ഈ ദൂത് ഞാൻ ആ പാസ്റ്ററോട് പറഞ്ഞു. ഇസ്രായേൽ ജനം പലവട്ടം പോയപ്പോൾ പ്രവാചകനോട് വിട്ട് അവളെ ചേർത്ത പോലെ നീ ആ സ്ത്രീയെ ചേർത്ത് കൊള്ളണം. പിന്നത്തേത് ഞാൻ അവളെ പഠിപ്പിച്ചോളാം. കാരണം വേറെ ഒന്നുമല്ല, ആ കുടുംബം തകർന്ന അവൻ്റെ ശുശ്രൂഷ തീരും. എന്നാൽ ദൈവം അവനെ വീണ്ടും ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കണമെന്ന് ദൈവത്തിന് ബോധ്യമുള്ളത് കൊണ്ട് ദൈവം അവനോട് അങ്ങനെ ദൂത് പറഞ്ഞു. ഫോൺ കട്ട് ചെയ്തു. ഞാൻ നമ്പർ പോലും നോക്കിയില്ല. നമ്പർ നോക്കിയാലും അതിനകത്തൊന്നും കാണാനില്ല, ട്രൂ കോളിൽ പോലും ഇല്ല, പേരും അറിയത്തില്ല. ആ ദൂത് ദൈവം തന്നോട് പറഞ്ഞതാ. ചേർന്ന് പറയാം, നിൻ്റെ കുടുംബത്തിനകത്ത് തിരുസാന്നിധ്യം നഷ്ടപ്പെട്ട് നിൻ്റെ കുടുംബം വിഭിന്നമായി, നിൻ്റെ തലമുറകൾ ഛിന്ന ഭിന്നമായി പോകാതിരിക്കാൻ നിൻ്റെ കരം സ്വർഗത്തിൽ ഉയർത്തിക്കോണം. ശുശ്രൂഷ നിനക്കുണ്ടായിരിക്കും, കൃപാവരം നിനക്കുണ്ടായിരിക്കും, പ്രാർത്ഥനാവരം നിനക്കുണ്ടായിരിക്കും, നന്മ നിനക്കുണ്ടായിരിക്കും. പക്ഷെ ശത്രു നിൻ്റെ വീട്ടിനകത്ത് അടിക്കാതിരിക്കാൻ നിൻ്റെ കൈ ഉയരണമെന്ന് എത്ര പേർക്ക് പിടികിട്ടി? ഞാൻ ശുശ്രൂഷകന്മാരോടും കൂടി ഈ ദൂത് പറയുന്നത്, ദൈവകൃപയിൽ നിൽക്കുന്ന അഭിഷിക്തന്മാരോട് പറയുന്നത്, നിൻ്റെ വീട്ടിനകത്ത് പിശാച് കയറി അടിക്കാതിരിക്കാൻ മോശയെപ്പോലെ നിൻ്റെ കൈ ഉയരട്ടെ. ഈ ദിവസങ്ങളിൽ ഒരു വശം നിൻ്റെ സാന്നിധ്യം നിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് നിനക്ക് ബോധ്യപ്പെട്ടെങ്കിൽ മോശ ചാടി പർവ്വതത്തിൽ കയറിയതുപോലെ കയറാൻ ആരോടൊക്കെയോ ദൈവാത്മാവ് പ്രവചിക്കുന്നു. ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മോശയ്ക്ക് പിടികിട്ടി, ഇനി ഇവിടല്ല ഞാൻ നിൽക്കേണ്ടത്, ഞാൻ കയറും. ഈ ദൂത് കയറിയിട്ട് എത്ര പേർക്ക് അകത്തൊരു പ്രചോദനം കിട്ടുന്നോ? ഇന്ന് തന്നെ ഊഷിക്കണം, ഇന്ന് തന്നെ പ്രാർത്ഥിക്കണം. സഭയ്ക്ക് വേണ്ടി ഇനിയും എന്ത് ചെയ്യണം? എന്തെത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചതാ. നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ആര് പറഞ്ഞ് വിടുതലില്ലായിരുന്നു? അന്ന് പ്രാർത്ഥിച്ചുകൊണ്ടല്ലേ ആ വിടുതൽ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ആ പ്രാർത്ഥന നിന്നുകൊണ്ടല്ലേ അതെല്ലാം പോയേ. എത്ര കൺവെൻഷൻ നടത്തി, എത്ര ഉപവാസ പ്രാർത്ഥന നടത്തി, എത്ര ഗസ്റ്റ് പാസ്റ്റർമാരെ കൊണ്ടുവന്നു. വിടുതലില്ലാഞ്ഞിട്ടാണോ? അത്ഭുതം നടക്കാഞ്ഞിട്ടാണോ?
മടങ്ങി വരണം, മടങ്ങി വരണം, മടങ്ങി വരണം, മടങ്ങി വരണം. കരമുയരട്ടെ. മോശയുടെ കൈ ഭാരമായി തോന്നി. അർത്ഥം, നിന്റെ ഉപവാസത്തിന്റെ സമയം നീളുന്നുണ്ടെങ്കിൽ, നിന്റെ പ്രാർത്ഥനയുടെ സമയം നീട്ടണമെന്ന് ദൈവത്തിന് ആഗ്രഹം തോന്നി നിന്നെ പ്രേരിപ്പിച്ചെങ്കിൽ, നീ തിരിച്ചറിഞ്ഞോണം ശത്രു വലിയതാ കയറിയിരിക്കുന്നത്. എനിക്ക് എൻ്റെ ഉള്ളിൽ ആ പ്രേരണ വരുന്നുണ്ട് കേട്ടോ. വീണ്ടും ദൈവസഭയെ ഉപവസിക്കണമെന്നും വീണ്ടും നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കണമെന്നും എൻ്റെ ഉള്ളിൽ പ്രേരണ വരുന്നുണ്ട്. കാരണം നമുക്കെതിരെ ഇവിടെ എഴുന്നേറ്റിരിക്കുന്ന ശത്രു ചെറുതല്ല, അവൻ വലിയതാ. കേരളത്തിൽ എങ്ങുമില്ലാത്ത സാത്താന്യ മണ്ഡലമാണ് കരുനാഗപ്പള്ളിയിലുള്ളത്. അതുകൊണ്ട് തന്നെ നാം ഒരുമിച്ച് ഈ ദിവസങ്ങളിൽ മോശയെ പോലെ കയറണം. അയ്യോ വാസ, എനിക്ക് ഉപവസിക്കാൻ വയ്യ വാസ. ഞാൻ പലപ്പോഴും പറഞ്ഞു, എനിക്ക് ഉപവസിക്കാൻ വയ്യ, ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട്. തന്നെ ഡയബറ്റിക് ഉണ്ട്, ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉപവാസം ഞാൻ ചെയ്യാതിരിക്കുക. പക്ഷേ ഈ 3 ദിവസം ഞാൻ പിടിച്ചു. അപ്പോൾ എൻ്റെ ഉള്ളിൽ പിടികിട്ടി, നിൻ്റെ കൈ താടരുത്, പൊക്കിക്കോണം. ഈ ദിവസങ്ങളിൽ ദൈവാത്മാവ് ഓർപ്പിക്കുന്നു, ഇനിയും ഉപവസിക്കാൻ തയ്യാറാകട്ടെ, ഇനിയും പ്രാർത്ഥിക്കാൻ തയ്യാറാകട്ടെ. പണ്ടത്തെ പോലെ ഒരു നല്ല കാലം നിൻ്റെ വീട്ടിനകത്തുണ്ടാകും. ഞാനൊന്നും കൂടെ പറയാം, സഭയിൽ അനുഗ്രഹമുണ്ടായാൽ അത് നിൻ്റെ വീട്ടിനകത്തേക്ക് പടർന്ന് മന്ദലിക്കും. പിടി കിട്ടിയോ? സഭ ഉണങ്ങിയാൽ നിൻ്റെ വീട് ഉണങ്ങും. സഭ ഉണങ്ങിയാൽ നിൻ്റെ സാമ്പത്തിക മേഖല ഉണങ്ങും. സഭ പരാജയപ്പെട്ടാൽ നിൻ്റെ കുടുംബജീവിതം പരാജയപ്പെടാം. സഭ ഉണർന്നാൽ ഇതെല്ലാം നടക്കും. കാരണം സഭ ഉണരണമെങ്കിൽ പ്രാർത്ഥന തുടങ്ങണം. പ്രാർത്ഥന തുടങ്ങിയാൽ സഭ ഉണരും, നിൻ്റെ വീട് ഉണരും, നിൻ്റെ തലമുറ ഉണരും, നിൻ്റെ കുടുംബം ഉയരും. എത്ര പേർക്ക് നല്ല ആമേൻ പറയും? ഞാൻ ആ വിഷയത്തിൻ്റെ ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിച്ച പോയിൻ്റ് ഇതല്ല, മറ്റൊരു വിഷയമാണ്. പക്ഷേ അതിനകത്തേക്ക് എനിക്ക് കയറാൻ തോന്നുമെന്ന് തോന്നുന്നില്ല. ഞാനിന്ന് ഇവിടെ തന്നെ നിൽക്കുകയാണ്. മോശ പർവ്വതത്തിലേക്ക് കയറി വന്നു, കൈ ഉയർത്തി നിന്ന് പ്രാർത്ഥിച്ചു. കുറേ നേരം പ്രാർത്ഥിച്ചപ്പോൾ ഈ അഭിഷിക്തൻ്റെ കൈ ഭാരമാണെന്ന് തോന്നി. അവൻ്റെ കൈ താണപ്പോൾ അടുത്തത് അവൻ്റെ സഹോദരൻ അഹരോനും അവൻ്റെ കൂട്ടുകാരൻ ഹൂരും മോശയുടെ കൂടെ കയറി വന്നു. ആ ഭാഗത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, മോശ അഹരോനെയും ഹൂരിനെയും കൂടെ കൂട്ടിയാണ് കയറിപ്പോയത്. അർത്ഥം, മോശയ്ക്ക് മാത്രം കിട്ടിയ വെളിപ്പാടിൽ തൻ്റെ കൂടെ നിൽക്കാൻ 2 പേരെ വിളിച്ചോണ്ട് പോകും. നമ്മുടെ പറയാം, മോശയ്ക്ക് പിടികിട്ടി, ഇത് 1 മണിക്കൂർ കൊണ്ട് തീരത്തില്ല, ഇത് 2 മണിക്കൂർ കൊണ്ട് തീരത്തില്ല, ഇത് 3 മണിക്കൂർ കൊണ്ട് തീരത്തില്ല. പോയ സാന്നിധ്യം തിരിച്ചെടുക്കാൻ ഞാൻ ഇത്തിരി കഷ്ടപ്പെടേണ്ട വരും. അപ്പോൾ എൻ്റെ കൈ താഴാൻ ചാൻസ് ഉണ്ട്, എനിക്ക് ഭാരമായി തോന്നാൻ ചാൻസ് ഉണ്ട്. ഇപ്പോഴും എൻ്റെ കൈ താണു പോകുന്നുണ്ടെങ്കിൽ ഇതൊന്ന് പൊക്കാൻ ആരെങ്കിലും കൂടെ, ഞാൻ ചോദിക്കുക, എൻ്റെ കൂടെ കൈ പൊക്കാൻ. അതിനാ അമ്പിളിയോടൊക്കെ പറയുന്നത്. എൻ്റെ കൂടെ ഉണ്ടോ? പാടാനല്ല വിളിച്ചത്, പ്രസംഗിക്കാനല്ല വിളിച്ചേ, കൂടെ ഒന്ന് തള്ളാൻ ഉണ്ടോ നിങ്ങൾ? എൻ്റെ കൂടെ ഒന്ന് കയറി വരാവോ? കൈ ഉയർത്തി നിൽക്കാം ഈ പട്ടണത്തിന് വേണ്ടി. എൻ്റെ കൈ താഴാം. എങ്ങനെയാ? പ്രാർത്ഥിച്ച് ഞാൻ മടുക്കാം, ഉപവസിച്ച് ചിലപ്പോൾ മടുക്കാം, പ്രസംഗിച്ച് ഞാൻ മടുക്കാം, പാട്ട് പാടി ഞാൻ മടുക്കാം. ഒന്ന് ഉന്തി തള്ളിയാൽ മതി. അതിനെ ഇന്ന് കൈയടിച്ച് ആരാധിക്കാൻ പറയുന്നത്, അതിനൊന്ന് വാ തുറന്ന് പ്രാർത്ഥിക്കാൻ. അവിടെ നിന്ന് ഉറക്കം തൂങ്ങുകയല്ലാതെ ഏത് പ്രാർത്ഥനയ്ക്കകത്ത് വന്നാലും ഉറക്കം തൂങ്ങുന്ന ചിലതുണ്ട്. ഇതിനകത്ത് മോശയ്ക്ക് മനസ്സിലായി, ഞാൻ ഒറ്റയ്ക്ക് നിൽക്കാം, എൻ്റെ കൈ മാത്രം ഉയർന്നാൽ മതി. അഹരോന്റെയും ഊരിൻ്റെയും കൈ ഉയർത്താൻ ദൈവം പറഞ്ഞില്ലല്ലോ. മോശ പറഞ്ഞോ? ഇല്ല, എൻ്റെ കൈ തന്നെ ഉയർന്നിരിക്കണ്ടേ. പക്ഷെ ഭാരം കാരണം ഇച്ചിരി ക്ഷീണിച്ച് താഴാതിരിക്കാൻ, ഒന്ന് എനർജി കൂട്ടാൻ ചിലരെ ഈ പട്ടണത്തിൽ ദൈവത്തിന് വേണം. സ്തോത്രം. എത്ര പേർക്ക് പിടി കിട്ടുന്നുണ്ട്? ഇതെല്ലാം ഇവിടെ മേടിച്ചു കൂട്ടി എന്തിനാ? 4 പേരോ 10 പേരോ സഭയ്ക്കകത്തുള്ളായിരിക്കും, 15 പേരേ ഉള്ളൂ.
എന്തിനാ ഇതെല്ലാം മേടിച്ചു കൂട്ടിയിരിക്കുന്നത്? കൈ ഉയർത്തി നിൽക്കാൻ വേണ്ടി തന്നെ. കൂടെ ഒന്ന് കയറി വരാമോ? ഈ പട്ടണം നമുക്ക് കീഴ്മേൽ മറിക്കാം. ഈ ദേശത്തെ അമാല്യക്കരെ നമുക്ക് മറിച്ചിടാൻ കഴിയും. എത്ര പേർക്ക് ഞാൻ പറയുന്നത് പിടികിട്ടുന്നുണ്ട്? എത്ര പേർക്ക് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം, അതിൻ്റെ ആന്തരംഗം പിടികിട്ടി ആ ദൂതനോടൊന്ന് പ്രതികരിക്കുന്നുണ്ട്? ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഓരോരുത്തരെയും വിളിക്കുകയാ. അഹരോനെ പോലെയും ഹൂരിനെ പോലെയും ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്ന ദർശനം ഞാൻ ആത്മാവിൽ കാണുകയാ. മോശയോട് കൂടെ പർവ്വതത്തിൽ കയറാൻ ഒരു ഹൂരിനെയും ഒരു അഹരോൻ